നമസ്കാരം. കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യാദൃച്ഛികമായിട്ട് ഒരു കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയപ്പോൾ കണ്ടൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ബിടെക് രണ്ടാം ഘട്ട സ്പോട്ട് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് ഫേസ് സ്പോട്ട് അലോട്ട്മെൻറ്റ് പല കോളേജുകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു 2 കോളേജുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ കൂടുതൽ കോളേജുകൾ ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ടായിരിക്കാം. അതറിയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യം, നിങ്ങൾക്ക് ആ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതായത് അവിടെ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്കവിടെ കാണാനായിട്ട് പറ്റും. അതായത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു TKMൻ്റെ ഓഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ഇൻ TKMC phase 2 on 29/12/2020 എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാ കോളേജുകളുടെ വെബ്സൈറ്റിലും ഇതേ രീതിക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ TKMലെ ആ ഒരു പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് സ്പോട്ട് രജിസ്ട്രേഷൻ phase 2 സ്റ്റാർട്ട് ചെയ്യുന്നത് 29/12/2020 29-ാം തീയതിയാണ്, ഡിസംബർ 29-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേക്കൻസികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വേക്കൻസികളെന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ജനറലിൽ 5 അതുപോലെ തന്നെ SSCക്ക് 1 സീറ്റുമാണ്, ടോട്ടൽ 6 സീറ്റ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ 2 സീറ്റുണ്ട്, അത് ജനറലിനാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് ജനറലിന് 6 സീറ്റും അതുപോലെ തന്നെ ഇഴവ 1. അടുത്തായിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് ജനറലിന് 2, SSCക്ക് 2, അതുപോലെ തന്നെ DV അവർക്ക് 1, അതുപോലെ തന്നെ EZ ഇഴവയ്ക്ക് 1 വീതം, മൊത്തം 6. അതുപോലെ തന്നെ CS കമ്പ്യൂട്ടർ സയൻസിന് ജനറലിന് 2 സീറ്റും അതുപോലെ തന്നെ MUക്ക് 1 സീറ്റും, മൊത്തം 3. അടുത്തായിട്ട് CH കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് ടോട്ടൽ ജനറലിന് 2 ഒഴിവാണുള്ളത്. അങ്ങനെ ഇത്രയും ഒഴിവുകളാണ് ഈ ഒരു TKMൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 29-ാം തീയതി രാവിലെ 8:30 അതുപോലെ തന്നെ 11 മണിക്കും ഇടയ്ക്ക് കോളേജിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 12 മണിക്ക് ശേഷം വരുന്നവരെ രജിസ്ട്രേഷന് സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് CE പബ്ലിഷ് ചെയ്തേക്കുന്ന മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഹൂ ഗോട്ട് അഡ്മിഷൻ ഇൻ എ പർട്ടിക്കുലർ ബ്രാഞ്ച്, അതായത് ഒരു കീം വഴി വേറൊരു ഗവൺമെൻറ് കോളേജിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തവരുടെ കാര്യമാണെങ്കിൽ അവർക്ക് നേരത്തെ ഇപ്പോൾ അവരുള്ള കോഴ്സ് ആ കോഴ്സിലേക്ക് അവർക്ക് വീണ്ടും ഈ കോളേജിൽ പ്രവേശനം നേടാനായിട്ട് പറ്റത്തില്ല. അതായത് സെയിം ബ്രാഞ്ചിലേക്ക് അവർക്ക് പ്രവേശനം നേടാൻ പറ്റത്തില്ല. ഡിഫറൻറ്റ് ബ്രാഞ്ച് വൈസ് മാറ്റം മാത്രമേ പറ്റൂ. ഒരേ ബ്രാഞ്ചിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റത്തില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. Candidates who got admission in a particular branch in a government or aided engineering college cannot be allotted a seat in same. അതായത് സെയിം, ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഇടുക്കി കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു TKMലേക്ക് വരുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വെക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഗവൺമെൻറ് ഓർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജിലെ ഒരു ബ്രാഞ്ചാണ്. അതേ സെയിം ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് പറ്റത്തില്ല. വേറൊരു ബ്രാഞ്ച് നിങ്ങൾ ഓപ്റ്റ് ചെയ്തേ പറ്റൂ. അടുത്തായിട്ട് കാൻഡിഡേറ്റ്സ് ഹൂ കനോട്ട് അറ്റൻഡ് ദ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. അത് സിമ്പിളാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ നേരിട്ട് ഈ ഒരു പ്രോസസ്സിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റെപ്രസെൻറ്റേറ്റീവിനെ ഏർപ്പെടുത്താം. പക്ഷേ അയാളുടെ കയ്യിൽ കൃത്യമായിട്ടും ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം, അത് വരുന്നുണ്ട്, നിങ്ങൾ ബാക്കി കൂടെ കേൾക്കുക. അതുപോലെ തന്നെ ദോസ് ഹൂ ഗോട്ട് സ്പോട്ട് അഡ്മിഷൻ ടേക്ക് അഡ്മിഷൻ, അതായത് സ്പോട്ട് അഡ്മിഷന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 31-ാം തീയതി ഡിസംബർ 31-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ ആ ഒരു കോളേജിൽ കിട്ടിയ കോളേജിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് TKM ആണെന്നെങ്കിൽ ആ TKMൽ എല്ലാ ഡോക്യുമെൻസും ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ TKMൽ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കുന്നതെങ്കിൽ ലേറ്റസ്റ്റ് അഡ്മിഷൻ സ്ലിപ്പും അതുപോലെ തന്നെ കീമിൻ്റെ ഡാറ്റാ ഷീറ്റും ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ഓർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ
പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ, അതായത് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ വഴി ഇവിടെ കിട്ടിയ ആളാണെങ്കിൽ കീം ഡാറ്റ ഷീറ്റ് ആൻഡ് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, നിങ്ങൾ മിക്കവാറും ഉള്ള ഡോക്യുമെൻറ്റ്സുകളെല്ലാം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഒറിജിനൽ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം പറഞ്ഞേക്കുന്നത് ഡിസംബർ 31 മുമ്പാണ്. എങ്കിലും നിങ്ങൾ ഉള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒരു കോപ്പി കൈവശം കരുതിയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അടുത്തതായിട്ട്, കാൻഡിഡേറ്റ്സ് സ്റ്റഡിയിങ് ഇൻ അതർ എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ KTU ഷുഡ് ബ്രിങ് ദ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ ആൻഡ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോളേജ്. അപ്പോൾ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ മിക്കവരും ഇതിന് മുമ്പുണ്ടായിരുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്തവരായിരിക്കും, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പിന്നെ കാൻഡിഡേറ്റ്സ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബ്രിങ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൂഫ് ഓഫ് റിസർവേഷൻ. അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ അത് തെളിയിക്കാനുള്ള പ്രൂഫ് കൂടെ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സ്പോട്ടിന് പങ്കെടുത്തവർക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ ഫ്രഷ് കാൻഡിഡേറ്റ് ഷുഡ് ബ്രിങ്, അതായത് ആദ്യമായിട്ട് ഫസ്റ്റ് വന്ന അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഒറിജിനലായിട്ടുള്ള എല്ലാ പ്രൂഫുകളും, റിസർവേഷൻ്റെ ഒറിജിനലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും, കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവരണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഇവിടെ അനെക്സ്ചർ എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് അനെക്സ്ചർ എന്ന് പറയുന്ന സെക്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അനെക്സ്ചർ എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നിങ്ങളിപ്പം നേരിട്ട് പോകാൻ പറ്റിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു സ്പോട്ടിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക്, നിങ്ങളുടെ അച്ഛനാവാം അമ്മയോ ആരാവാം, അയാളുടെ കയ്യിൽ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തു വിടണം. ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഫില്ല് ചെയ്ത് ഫോട്ടോയൊക്കെ ഒട്ടിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ TKMലാണ്. ഇതേ രീതിക്ക് തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി കോട്ടയം RITയിലും വന്നിട്ടുണ്ട്. അതായത് കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് 2020-21 വർഷത്തിലെ BTech BR കോഴ്സുകളിലെ 1ാം സെമസ്റ്ററിലെ നിലവിലുള്ള അപ്രതീക്ഷിത ഒഴിവുകളിലേക്ക് ഡിസംബർ 29 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് മുമ്പ് കോളേജിലെത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്ന സമയത്ത്, കഴിഞ്ഞ സ്പോട്ട് അഡ്മിഷൻ അഡ്മിഷൻ നേടിയവർക്ക് അറിയാൻ പറ്റും, അവരൊരു ഫീസ് കോളേജിൽ പേ ചെയ്യേണ്ടി വന്നിരിക്കാം. അത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, 9,650. ജനറൽ ആർക്ക് 9,650 രൂപയായിരുന്നു തോന്നുന്നു. അതെ, 9,650 രൂപ. അതുപോലെ തന്നെ ഇത്തവണയും സ്പോട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പൈസ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു പൈസയും കൂടെ എല്ലാവരും, നിശ്ചിത ഫീസ് എല്ലാവരും ഒരു 9,650 രൂപ, അത് ജനറലുകാർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പൈസ എല്ലാവരും കയ്യിൽ കരുതിയിരിക്കുക. മാത്രമല്ല ഏതൊക്കെ രേഖകളാണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. കൂടുതൽ വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കോളേജിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതുമാത്രമല്ല പരിചയമുള്ള ഫ്രണ്ട്സും എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചിട്ടൊക്കെ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കോളേജുകളിലേക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ വയ്യ. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുടെ എല്ലാം വെബ്സൈറ്റിൽ കയറി നോക്കുക. ഞാനിപ്പോൾ നോക്കിയതിൽ ഇപ്പം TKMലും രാജീവ് ഗാന്ധിയിലുമാണ് കറണ്ടായിട്ട് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കോളേജുകളുടെ വെബ്സൈറ്റ് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ ഫ്രം കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.